നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കെന്തോ ടെൻഷൻ ആവുന്നു. അവര് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. ഒന്ന് വിളിച്ചേ. ഋഷി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവനെന്തേ കോൾ അറ്റൻഡ് ചെയ്യാത്തെ? സമയം ഒത്തിരിയായി. ഞാൻ പോയിക്കോട്ടെ കുട്ടാ. മലക പോവാണോ? പോവാ. നാളെ കാണാം കേട്ടോ. അയ്യോ പോവണ്ട. പോവാതിരുന്നാ ശരിയാവില്ല കുട്ടാ. ഞാൻ പോയിട്ട് നാളെ കറക്റ്റ് ആയിട്ട് വരാം. നാളെയോ? നാളെ വരാം. അപ്പൊ ട്രെയിനോ? ട്രെയിനിൽ നമുക്ക് നാളെ കയറാം. നോക്കിക്കോണേ. മലക ടാറ്റ. ദേവിക, സർ, താനെന്താ ഇവിടെ? തന്റെ വീട് നോർത്തിലല്ലേ? ഞാനൊരാളെ കാണാൻ വേണ്ടി വന്നത്. അത് ശരി. ഞാനന്ന് ഇവിടെ വാക്കിങ്ങിന് വരുന്നേ. എന്നാ ഞാനങ്ങോട്ട്. ഞങ്ങളിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ജാനകി പറയും. ശരി. ശരി. എവിടെ പോയി? ഇപ്പൊ വരാന്നാ പറഞ്ഞത്. ഇപ്പൊ നേരെ എത്രേ? ഇനി വെയിറ്റ് ചെയ്താ ശരിയാവില്ല. അവനെ വിളിക്കാം. ഹലോ. ഈ ഋഷി എന്ത് പണിയായി കാണിക്കുന്നേ? എപ്പ വരാന്നാ പറഞ്ഞത്? ഞാൻ ഇവിടെ വന്ന് പോസ്റ്റ് ആയിട്ട് എത്ര മണിക്കൂറായി. ഇതെന്താ വരാത്തെ? വരുന്നില്ലെങ്കിൽ വരുന്നില്ലാന്ന് വിളിച്ചു പറയണം. ഇങ്ങനെ പൊലിപ്പിക്കരുത്. എനിക്ക് ഓഫീസിൽ ജോലിയുള്ളല്ലേ. എടോ, ഞാനിപ്പോ വരുന്നില്ല. എന്തായാലും വൈകിട്ട് 5 മണിക്ക് ഞാൻ തന്നെ കാണാൻ വരുന്നുണ്ടല്ലോ. 5 മണിക്കോ? 5 മണിക്കൊന്നും ഞാൻ വരില്ല. വരണ്ട. പക്ഷെ 5 മണിക്ക് ഞാൻ തന്നെ കണ്ടിരിക്കും. ഓക്കെ, ബാക്കി നേരിൽ. ബൈ. അല്ല, ഞാൻ ഋഷി. ഹലോ ഹലോ. എന്താ വട്ടാണോ? 5 മണിക്ക് എങ്ങനെയാ കാണുക? അവൾ ഇപ്പോഴും ഒന്നും അറിയാത്ത പോലെയാണല്ലോ പെരുമാറുന്നത്. ഞാൻ അവളെ പെണ്ണ് കാണാൻ ചെല്ലുന്ന വിവരം അറിയാത്തതുപോലെ അവൾ എന്തിനാ നടിക്കുന്നത്? ഇനി ഇതും അവളെന്നെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്ന വിവരം അവളോട് പറയാതെ അവളെ ഞാൻ കളിപ്പിക്കും. അവൾ ഒളിപ്പിക്കുന്ന സസ്പെൻസ് ഞാൻ പൊളിക്കും. എന്റെ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ നേർന്ന നേർച്ചകളെല്ലാം ഉടനെ തന്നെ നിറവേറ്റിയേക്കാം എന്റെ കൃഷ്ണ. എന്റെ കുട്ടിയെ പഴയതുപോലെ നീ തിരിച്ചു തന്നല്ലോ. മഹേട്ടാ, ഋഷിയുടെ വിവാഹ നിശ്ചയത്തിൽ വന്നപ്പോഴാണല്ലോ ഈ സന്തോഷ വാർത്ത കേട്ടത്. ഇത് ശുഭസൂചക. ഈ വിവാഹം നടന്ന നമുക്ക് ഈ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതിന്റെ അർത്ഥമല്ലേ? അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട. ഋഷി അഞ്ജിതൻ തമ്മിലുള്ള വിവാഹം നമുക്ക് ഉറപ്പിക്കാം. പിന്നെന്താ, ഞാൻ മനസ്സിൽ കണ്ടതാ നീ എന്നോട് പറഞ്ഞത്. നിന്റെ അഭിപ്രായം പോലെ തന്നെ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. അതിനിടയ്ക്ക് നീ എന്നെ അറിയിക്കാതെ കല്യാണം ഫിക്സ് ചെയ്യാന്ന് കരുതിയില്ലേ? അല്ല ഏട്ടാ, ഞാൻ നീ ഒന്നും പറയൊന്നും വേണ്ട. ഞാനേ നരസിംഹമാണ്. നരസിംഹം. തൂണ് പിളർന്ന് ഞാൻ വരും. ഇല്ല, ഞാൻ സമ്മതിക്കൊന്നുമില്ല. ഋഷി, ബൈക്ക് വേണ.
ഏട്ടാ എന്തെങ്കിലും പറ്റിയോ ഏട്ടാ? എനിക്ക് തലവേദനിക്കണു. ഋഷി, അമ്മ എവിടെയാ? അയ്യോ ചേട്ടാ, അമ്മയെ വിളിക്ക്, എനിക്ക് തലവേദനിക്കണു. എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം. അയ്യോ ഏട്ടൻ വീണ്ടും പഴയപടി ആയല്ലോ. ഈ അവസ്ഥയിൽ ഏട്ടനെയും കൊണ്ടും ഗോപിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. വേഗം മെഡിസിൻ കൊടുക്കണം. എനിക്ക് വീട്ടിൽ പോകണം ഋഷി. ആ ശരി, പോവാം. വീട്ടിൽ പോ. വീട്ടിൽ പോകണം. മലക, ഋഷി, ഋഷി വണ്ടി നിർത്ത്. എന്താ ഏട്ടാ? വണ്ടി നിർത്ത് ഋഷി. നമുക്ക് വേഗം വീട്ടിലെത്താം. മരുന്ന് കഴിക്കേണ്ടതല്ലേ? മാലാക, നിർത്ത് ഋഷി, വണ്ടി നിർത്ത് ഋഷി. ആ, ഏട്ടാ ഇല്ല, മാലാക കണ്ടു ഞാൻ. ഏട്ടൻ എന്താ ഈ കാണിക്കുന്നേ? നിർത്ത് 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 വണ്ടി നിർത്ത്. നിർത്ത് വണ്ടി. എന്താ ഏട്ടാ? മാലാകേ, ഏട്ടാ ഏട്ടാ അവിടെ നിക്ക്. ഏട്ടാ മാലാകേ, മാലാകേ, മാലാകേ. നിങ്ങളാരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? മാലാക, നിങ്ങൾ ഇത് ആരെയാ നോക്കുന്നത്? അയ്യോ ഒന്നും തോന്നില്ല, സുഖമില്ലാത്ത ആളാ. സോറി സോറി സോറി. മാലാക. ഏട്ടൻ നിങ്ങൾ വന്നേ. വാ വാ പറയട്ടെ. ഏട്ടൻ ആള് മാറിയതാ. വാ. അവരെ ഇതുവരെ കാണുന്നില്ലല്ലോ മഹേട്ടാ. ഒന്ന് ഋഷിയെ വിളിച്ചു നോക്കും മഹേട്ടാ. എനിക്കെന്തോ ടെൻഷനാവുന്നു. അവര് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. ഒന്ന് വിളിച്ചേ. ആ ഋഷി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവനെന്തേ കോൾ അറ്റൻഡ് ചെയ്യാത്തെ? ചേച്ചി പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? ആരോടെ ഇപ്പൊ ചോദിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.